ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ഫൈനൽ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സ്റ്റഡി ഗ്രൂപ്പിലുള്ളവർ ഭയങ്കര ഡിസ്കഷനിലായിരിക്കും. അതായത് ഇവർ ഈ ഒരു ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ചോയിനിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിനക്കെതിരെ ആക്ഷൻ ഉണ്ടാകും, നീ ഇവിടെ നിന്ന് പുറത്ത് പോകേണ്ടി വരുമെന്ന് യുഗാമിനോട് പറയുമ്പോൾ അത് കുഴപ്പമില്ല, പക്ഷേ അവനെ അങ്ങനെ വിട്ട് കളഞ്ഞൂടാന്ന് പറയുന്നതും ഇവരുടെ കൂടെ സുൻചോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവനാണെങ്കിലും അതെ, കഴിഞ്ഞ ഇതേ വർഷം തന്നെ ഈ ഒരു മീറ്റിങ്ങിൻ്റെ മുന്നത്തെ ദിവസമാണ് ആ ടീച്ചർ മരിച്ചത്. അതായത് ആ മീറ്റിംഗ് അതോടുകൂടി ക്യാൻസലായി. അത് ചെയ്തത് പിഹാൻ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോൾ ഇവരാകെ ഷോക്കാവുകയാണ്. അവൻ ആളുകളെ കൊല്ലുമെന്നൊക്കെ അറിയാം, പക്ഷെ ടീച്ചറേനെ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് ചോദിക്കുന്ന ടൈമിൽ സുൻചോൾ ആണെങ്കിലും ഇത് അവനൊരു സ്കൂള് മാത്രമല്ല, അവൻ പണിതെടുത്ത ഒരു സാമ്രാജ്യമാണ്. സോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഇവൻ പുറത്തു പോകേണ്ടി വന്നാൽ അത് അവൻ്റെ ഈഗോനെ നന്നായിട്ട് ഹേർട്ട് ചെയ്യും. പിന്നീട് ആരും അവനെ പറ്റി ആലോചിച്ച് പേടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ലീജനാണെങ്കിൽ അവൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് അവിടെ പറയുന്നതും ലീഹ ടീച്ചറുടെ കാര്യം സേഫ് അല്ല എന്ന് സുൻചോൾ പറയുന്ന ടൈമിൽ ജിവു ആണെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം അവരെ അങ്ങ് അറ്റാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സെയോനാണെങ്കിൽ അപ്പം നമ്മൾ ഫെയിൽ ആയാലോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അത് ടീച്ചർക്ക് കൂടുതൽ ദോഷമായിട്ട് ബാധിക്കുമെന്ന് പറയുമ്പോൾ തുടങ്ങുന്നതിനൊക്കെ മുന്നത്തല്ല ഇങ്ങനെ നെഗറ്റീവ് അടിക്കലേ എന്ന് പറയുന്ന ജിവുവിനോട് യുഗാമിനാണെങ്കിൽ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്, നമുക്കങ്ങനെ പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ചോയിനയോടെ മീറ്റിംഗ് വരെ നമ്മൾ ടീച്ചറിനെ ശ്രദ്ധിക്കണം എന്നാണ് ഇവൻ അവിടെ പറയുന്നത്. സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ലീഹയാണെങ്കിൽ ഡിറ്റക്റ്റീവിനെ കാണുന്നതും വൈബി ഫാമിലി എല്ലാവരുടെയും വായ അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വിറ്റ്നസിനെ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഈ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും മാറി നിന്നൂടെ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ഇവളാണെങ്കിലും നിങ്ങൾ എന്നോട് ഒളിച്ചോടാനാണോ പറയുന്നത്? അങ്ങനെ ഒളിച്ചോടിക്കഴിഞ്ഞാൽ പിള്ളേരെന്നെ പറ്റി എന്താ വിചാരിക്കുക? അവർക്ക് എന്നിലുള്ള വിശ്വാസമല്ലേ തകരുന്നത്, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്ന് ഇവൾ അവിടെ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. പിന്നീട് നൈറ്റിൽ ഇവൾ സിസ്റ്റത്തിൻ്റെ മുന്നിലിരിക്കുന്ന ടൈമിലാണ് വൈസി ഇവളെ വിളിക്കുന്നതും നാളത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ ഒരു ഉദ്ദേശമില്ലെന്ന് ചോദിക്കുമ്പോൾ എന്നെ പറ്റിയിട്ട് ഇതിനോടകം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന ലീഹയോട് അങ്ങനെയാണെങ്കിൽ എനിക്ക് പിഹാനെ പറ്റിയിട്ടും അവൻ്റെ ഫാമിലിയെ പറ്റിയിട്ടും കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, എനിക്കത് ഇപ്പോഴെങ്കിലും പറയണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഡൗട്ട് അടിക്കുന്ന ലീഹയാണെങ്കിൽ ഈ തലേ ദിവസം തന്നെ വിളിച്ചിട്ട് ഇത് പറയാൻ എന്താ കാര്യം അവിടെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നാളെയാണല്ലോ മീറ്റിംഗ്, ഇതുവരെ ഞാൻ ക്യാൻസൽ ചെയ്യുന്ന വിചാരിച്ചത്, ക്യാൻസൽ ചെയ്യാത്ത കാരണം ഇനി ഞാനായിട്ടൊന്നും മറച്ചു വെക്കുന്നില്ല, എനിക്കും കുറേ പറയാനുണ്ടെന്ന് പറയുന്നതും ഇവളാണെങ്കിൽ ടാക്സിയിൽ നേരെ പോകുന്നത് സ്കൂളിലേക്കായിരിക്കും കേട്ടോ. അവിടെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട്, എന്തോ എനിക്കൊരു ചതി മണക്കുന്നുണ്ടെന്ന് പറയുന്ന ഡിറ്റക്റ്റീവിനോട് കുഴപ്പമില്ല, എന്നോട് കുറച്ച് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞത്, കാര്യം എന്താ കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് എത്തിക്കോളാം എന്ന് പറയുന്നതും ഇവള് ക്ലാസ്സിലേക്ക് വരുന്ന ടൈമിൽ വൈസി ഇവള് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇവളാണെങ്കിൽ ഫോണിൽ വോയിസ് റെക്കോർഡൊക്കെ ഓൺ ആക്കുന്നതും 20 മിനിറ്റോളം ഇയാൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിഹാൻ്റെ അച്ഛൻ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്, അതുകൊണ്ട് ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്കിത് ധൈര്യത്തോടു കൂടി പറയാൻ തോന്നിയല്ലോ എന്നൊക്കെ പറയുന്ന ടൈമിൽ ഈ ഓവർ വിനയം വൈസിയുടെ കാണുമ്പോഴേ നമുക്കൊരു ഡൗട്ട് അടിക്കും. സംഭവം ശരിയാണ്, പെട്ടെന്ന് തന്നെ അവിടെ കറണ്ട് പോകുന്നതും ഇത് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഡിറ്റക്റ്റീവ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. വൈസി ആണെങ്കിലും ആ തക്കത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഇവളാണെങ്കിൽ സാറേ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ് നടക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ആ തൊപ്പിക്കാരനും ഗ്യാങ്ങും പിഹാനൊക്കെ എത്തുന്നത് കേട്ടോ. ഇവരെ കാണുമ്പോൾ ഇവൾ ശരിക്കും പേടിച്ചു പോകുന്നുണ്ട്. തൊപ്പിക്കാരനാണെങ്കിലും അല്ല, ഇതുപോലത്തെ ഒരു അവസ്ഥ നേരത്തെ ഞാൻ എവിടെയോ കണ്ടിരുന്നല്ലോ, അന്ന് കഫേയിൽ വെച്ചിട്ട് വലിയ ഡയലോഗ് കടിച്ചില്ലേ, ഒരാളുടെ ടൈം ആവശ്യമുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാലേ ഞാൻ വെയിറ്റ് ചെയ്യുക, കയ്യിലുള്ള ഫോണ് മര്യാദയ്ക്ക് ഇങ്ങോട്ട് തന്നേക്ക്, വല്ലാതെ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് പറയുമ്പോൾ ഇവളൊന്ന് മടിക്കുന്ന ടൈമിൽ തൊപ്പിക്കാരനാണെങ്കിൽ ഫോൺ അങ്ങ് വലിച്ചു വാങ്ങുന്നതും വോയിസ് റെക്കോർഡ് ചെയ്യുകയാണോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പിഹാനാണെങ്കിലും നിന്റെ ടീച്ചർക്ക് ഉണ്ടായ കാര്യം അപ്പോൾ നീ നുണയാണെന്നാണോ വിചാരിച്ചെന്ന് അവിടെ ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളത്തെ മീറ്റിങ്ങിന് ഒരു മാറ്റം ഉണ്ടാവത്തില്ല, നീ ചെയ്ത ദുഷ്ടപ്രവർത്തികളൊന്നും മാറാൻ പോകുന്നില്ല എന്നവിടെ പറയുന്നതും ഇവൾ ഓൾറെഡി ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡറാണ് ശ്രദ്ധിക്കുന്നത്. അതായത് ഡിറ്റക്റ്റീവിനോട് യാത്ര പറഞ്ഞ് ഇവൾ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ആള് കൊടുത്തതായിരിക്കും ഇത്. 30 മിനിറ്റിന് ശേഷം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിറ്റക്റ്റീവ് അകത്തേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് ഉള്ളിലേക്ക് വരാൻ നോക്കുമ്പോൾ ഇവൻ്റെ അച്ഛൻ പിന്നിൽ നിന്ന് വന്നിട്ട് ഇയാളെ ഷോക്ക് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന പിഹാനാണെങ്കിൽ ഡിറ്റക്റ്റീവാണോ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ച് അങ്ങ് ചിരിക്കുകയാണ്. അതായത് ഇവർ പുറത്തും ആൾക്കാരെ സെറ്റാക്കിയിട്ടുണ്ടായിരിക്കും. പാവം ഇവൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. ആ ടൈമിലാണ് ആരും പ്രതീക്ഷിക്കാതെ അവിടുത്തെ മൈക്ക് അങ്ങ് ഓൺ ആകുന്നതും ചോയിനിയാണെങ്കിൽ 1 2 3 മൈക്ക് ടെസ്റ്റിംഗ് എല്ലാ ഇഡിയറ്റ്സും ശ്രദ്ധിക്കുന്നില്ലേ, തല്ലുകൂടാൻ റെഡി ആയിക്കോ എന്നവിടെ പറയുന്നതും യുഗാമിനും നമ്മുടെ പിള്ളേരും അങ്ങ് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇവരെ കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കുന്ന പിഹാനെയും ഗാങ്ങിനെയാണ് കാണിക്കുന്നത്. പെൺപുലിയായിട്ടുള്ള ജിവും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം 4 ദിവസത്തിൻ്റെ ശേഷം 10 മണിക്കാണ് ഈ മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അതുവരെ ടീച്ചർ നമ്മളെ നന്നായിട്ട് വാച്ച് ചെയ്യണമെന്ന് പറയുന്നതും പിന്നീട് ടീച്ചർ ഹോട്ടലിൽ ഡിറ്റക്റ്റീവിനെ കാണാൻ പോയപ്പോൾ ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ക്ലാസ് കഴിയുന്ന
ടൈമിൽ ചോയിനെയാണെങ്കിൽ ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് മിസ്സിനെ മാക്സിമം അവിടെ പിടിച്ചു നിർത്താറുണ്ട്. ലാസ്റ്റ് ഈ വൈസിനെ കാണാൻ സ്കൂളിലേക്ക് വരുന്ന ടൈമിലും ഇവർ ടീച്ചറെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളാണില്ലേ അപ്പോൾ 10th ഗ്രേഡിൽ ആ ഇഡിയറ്റ്സ് എന്ന് പിഹാൻ്റെ കൂടെയുള്ള ആളുകൾ ചോദിക്കുന്ന ടൈമിൽ തൊപ്പിക്കാരനാണെങ്കിൽ ടീച്ചറെ രക്ഷിക്കാൻ വന്നതാണോ ബേബീസ് എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ജിവു ആണെങ്കിലും ടീച്ചറെ അങ്ങ് വിട്ടേക്ക്, ടീച്ചർക്ക് നാളെ മീറ്റിംഗ് ഉള്ളതാ, നേരത്തെ പോയി കിടന്നുറങ്ങിക്കോട്ടെ എന്ന് പറയുന്നതും യുഗാമിനാണെങ്കിലും ലീജുനോട് ടീച്ചറെ അവിടെ നിന്നും കൊണ്ടുപോകാനാണ് പറയുന്നത്. ഇവനാണെങ്കിൽ ഫൈറ്റിന് റെഡി ആയിട്ട് വന്നിരിക്കുകയാണല്ലോ. ഞാൻ എന്തിനാ കൊണ്ടുപോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ലീജുനാണെങ്കിൽ നീ ശരിക്കും പറഞ്ഞതാണോടാന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിവു ആണെങ്കിൽ അവനത് അങ്ങ് ഇഷ്ടമായി എന്ന് പറയുന്നതും പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഫൈറ്റ് അങ്ങ് തുടങ്ങുന്നതും ഇവരാണെങ്കിൽ ടീച്ചറേനെയും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഫൈറ്റ് ആയിരിക്കും. എവിടെ നിന്നൊക്കെ അടി പൊട്ടുന്നതെന്ന് അറിയത്തില്ല. ടീച്ചറിനെ വലിച്ചുകൊണ്ട് ഇവർ ഓടുന്ന ടൈമിൽ ആദ്യം രണ്ടാളുകൾ ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ ജിവുവും അതുപോലെ സുൻചോളും അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് സെയോനും ലീജുനും കൂട്ടിയിട്ട് ടീച്ചറേനായിട്ട് ഓടുന്ന ടൈമിലാണ് അങ്ങോട്ട് ആ തൊപ്പിക്കാരൻ എത്തുന്നതും. സെയോൻ ആണെങ്കിലും ഞാൻ ഇവനെ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോന്ന് പറയുമ്പോൾ സെയോനെ നീ എന്തേ പറയുന്നതെന്ന് ലീജുൻ അവിടെ ചോദിക്കുന്നുണ്ട്. ഇവർ മര്യാദയ്ക്ക് ഫൈറ്റ് പോലും ചെയ്യാൻ അറിയാത്തതാണല്ലോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ തൊപ്പിക്കാരനാണെങ്കിൽ നിന്നെ പോലുള്ള ലൂസർ എന്ത് കണ്ടിട്ട് എന്നെയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ലീജൻ ആണെങ്കിലും ടീച്ചറേനെയും കൊണ്ട് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ എത്തുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്നത് ആരായിരിക്കും? ലീജുൻ ഈ ഫാമിലിയിലേക്ക് വരണം, ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടാനുണ്ടെന്നൊക്കെ യുഗാമിനോട് പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ ഇവൻ ഉപേക്ഷിച്ചു പോയ ആ ഒറ്റ സുഹൃത്ത് അവനായിരിക്കും കേട്ടോ. ലീജുൻ നീയോ എന്ന് ഈ ഫ്രണ്ട് ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഷോക്കായിട്ട് ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ആൻറ്റി എന്നായിരിക്കും ഈ ഫ്രണ്ടിൻ്റെ പേര്. ഈ ടൈമിൽ ഇവനാണെങ്കിലും ടീച്ചർ ഇവിടെ നിന്ന് പൊക്കോളൂ, ഞാൻ ഇവൻ്റെ കാര്യം നോക്കിക്കോളാന്ന് ലീജുൻ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കി അവസാനം ഫ്രണ്ടിനെ കണ്ട സിറ്റുവേഷൻ എന്തായാലും കൊള്ളാം. ഇതേ ടൈമിൽ പിഹാനും യുഗാമിനും അടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആൻറ്റി നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്ന ലീജുനോട് ഞാൻ എസ്കോട്ടായിട്ട് വന്നതാന്ന് പറയുന്നതും നീ വൈബി ഫാമിലിയിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിഹാൻ്റെ അണ്ടറിലാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഈ ആൻറ്റി ആണെങ്കിൽ ഇവനിട്ട് നന്നായി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും നിനക്കൊരു മാറ്റമില്ല, മര്യാദയ്ക്ക് അടി കൊള്ളാൻ പോലും കഴിയാത്ത നീയാണോ പിഹാൻ്റെ പേര് വിളിക്കുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ സുൻചോളിനെ അടിക്കുന്ന ഈ ന്യൂഡിൽസ് തലയനാണെങ്കിൽ ശരിക്കും ഞാൻ പിഹാനോട് താങ്ക്സ് ആണ് പറയേണ്ടത്, കാരണം എനിക്ക് എൻ്റെ പ്രതികാരം ഇതിലും നന്നായിട്ട് നടപ്പാക്കാനില്ല എന്ന് പറയുന്നതും അതായത് സുൻചോളിന് പകരം അറസ്റ്റായിട്ടുള്ള അങ്കിൾ ഉണ്ടല്ലോ, ആ അങ്കിളുടെ മകനായിരിക്കട്ടെ ഈ ന്യൂഡിൽസ് തലയൻ, നീ കാരണം എൻ്റെ അച്ഛനാണ് അകത്ത് പോയെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് ഫൈറ്റ് കൂടുന്നതും ഈ ന്യൂഡിൽസ് തലയൻ നന്നായിട്ട് തന്നെ സുൻചോളിനെ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. ആ ടൈമിലാണ് ജിവുവിനെ അടിച്ചുകൊണ്ട് മറ്റൊരു പയ്യൻ അങ്ങോട്ട് വരുന്നതും ജിവുവിൻ്റെ കാര്യം കഷ്ടമായിരിക്കും, ഇവളും വീണു പോകുന്നുണ്ട്. ഇതേ ടൈമിൽ തൊപ്പിക്കാരനാണെങ്കിൽ സയോന്റെ നേരെ ഗണ്ണ് പോയിന്റ് ചെയ്യുന്നതും ഇവൻ ഓടി ലൈബ്രറിയിലേക്ക് കയറുന്നുണ്ട്. ഈ തൊപ്പിക്കാരനാണെങ്കിൽ മൊത്തം അങ്ങ് ഷൂട്ട് ചെയ്യുന്നതും സയോൻ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. ഒരു ഉണ്ടയൊക്കെ ഇവന്റെ സൈഡിലൂടെ പോകുന്നുണ്ട്. ഇവൻ ആകെ പേടിച്ച് അവിടെ ഓടിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ലീഹയാണെങ്കിലോ ഇതേ ടൈമിൽ ഓടി താഴെ എത്തുന്ന ടൈമിൽ അവിടുത്തെ ഡോർ ലോക്ക് ആയിരിക്കും. യുഗാമിനും പീഹാനും ഈ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാന്ന് പറയില്ലേ, അതുപോലെയായിരിക്കും ഒരാൾ വീണിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം മറ്റേ ആളായിരിക്കും വീഴുക. അങ്ങനെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. കുട്ടികളെ സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനാണ്, അവർ നീ വഴിതിരിച്ചു വിട്ടു എന്നൊക്കെ പറയുന്നതും നീ കാരണമാണ് ഇപ്പം നിന്റെ ഫ്രണ്ട്സിന് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്, അവരൊക്കെ ഇപ്പോൾ ഓൾറെഡി വീണ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു പിഹാൻ പറയുന്ന ടൈമിൽ യുഗാമിന് നല്ല ദേഷ്യം വന്ന് ഇവൻ അടിക്കാനൊക്കെ വരുന്നുണ്ട്. ഇതേ ടൈമിൽ ലീജൻ ആണെങ്കിൽ ഇമോഷണലായിട്ട് നീ ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നിന്നെ കണ്ടുമുട്ടുന്ന ടൈമിൽ നിന്റെ കൂടെ താമസിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചെന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി ആണെങ്കിൽ ഇത് കേട്ട് ചിരിക്കുന്നതും ഇവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. കത്തി ഓങ്ങുന്ന ടൈമിൽ ആ കത്തിയെ ലീജൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റേ കൈ ഉപയോഗിച്ച് ഈ കത്തി തോളിലേക്ക് അങ്ങ് കുത്തി ഇറക്കുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ സുൻചോളും വീണു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും അടപടലാകുന്ന ടൈമിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ജീവു ആ ന്യൂഡിൽസ് തലയിനിട്ടൊന്ന് കൊടുക്കുന്നതും സുൻചോളിനോട് എണീറ്റ് വരാൻ പറയുന്നതും. അങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ ചേഞ്ച് ആകുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും ബാക്ക് ടു നോർമൽ ആവുകയാണ്. ജീവു ആണെങ്കിലോ അങ്ങനെ സ്റ്റഡി ഗ്രൂപ്പും വേഴ്സസ് ഗുണ്ട ഗ്രൂപ്പും സൂപ്പറായി ആരാ ജയിക്കാൻ നോക്കാമെന്ന് പറഞ്ഞ് ഇവരങ്ങ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇതേ ടൈമിൽ തൊപ്പിക്കാരന് വെടിവെച്ച് അവസാനം ഉണ്ടൊക്കെ തരുന്നുണ്ട്. അപ്പോൾ സെയോൻ ആണെങ്കിലോ പുറത്തേക്ക് ഇറങ്ങുന്നതും നീ ലക്കിന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന തൊപ്പിക്കാരനോട് എന്നാ നീ ലക്കിന് രക്ഷപ്പെട്ടിട്ടില്ല, കാരണം നിന്റെ തോക്കിലുണ്ട കഴിഞ്ഞു എന്നാണ് സെയോൻ അവിടെ പറയുന്നത്. ഇത് കേൾക്കുന്ന തൊപ്പിക്കാരൻ ദേഷ്യം വരുന്നതും ഏറ്റവും താഴെ എത്തുന്ന ലീഹയാണെങ്കിലോ ഈ ഗ്ലാസ് ഡോർ ഒരു ഫയർ ഡിസ്റ്റിങ്വിഷർ ഉപയോഗിച്ച് തകർത്ത് പുറത്തേക്ക് ഓടുന്നുണ്ട്. തോളിൽ കുത്തി ഇറക്കിയ കത്തി വലിച്ചിരുന്ന ലീജുനാണെങ്കിൽ ഇന്ന് ഞാൻ ശരിക്കും നിന്നൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇതുവരെ കാണാത്തൊരു ലീജുനെയാണ് അവിടെ കാണിക്കുന്നത്. നൈസായിട്ട് ആൻറ്റിയെ അവിടെ ഇടിച്ചു വീഴ്ത്തുന്നുണ്ട്. ജീവും സുൻചോൾ ആണെങ്കിൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഫൈറ്റോട് ഫൈറ്റ്. അങ്ങനെ സുൻചോൾ ആണെങ്കിലും ഈ ന്യൂഡിൽസ് തലയനെ അങ്ങ് അടിച്ചു വീഴ്ത്തുന്നതും താഴത്ത് കിടക്കുന്ന ജീവുവിനെ നോക്കിയിട്ട് നീ ഇങ്ങനെ ഫൈറ്റിൽ ശ്രദ്ധിക്കുന്നതിന് പകരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു പറയുമ്പോൾ ഇവൾ ആലോചിക്കുന്നത് നേരത്തെ പഠിക്കുന്ന ടൈമിൽ ഇവളിങ്ങനെ വാരി വലിച്ചു പഠിക്കുമ്പോൾ ഇത് കാണുന്ന ലീജുൻ പറയുന്നുണ്ട് ഇങ്ങനെ അത്യാഗ്രഹം കാണിച്ച് വാരി വലിച്ചു പഠിക്കാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയെന്ന്. ഇത് ആലോചിക്കുന്ന ഇവളാണെങ്കിൽ വളരെ നൈസായിട്ട് ബേസിക് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഇത്തിരി
തടിയുള്ള ആളായിരിക്കും ആളെ അങ്ങ് മലർത്തി അടിക്കുന്നുണ്ട്. നെക്സ്റ്റ് അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് യുഗാമിൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുന്ന സെയോൻ ആണെങ്കിൽ എനിക്ക് മാർഷൽ ആർട്സ് പഠിക്കണം എന്നുണ്ട്, യുഗാമിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ ഇത് വയലൻസ് ചെയ്യേണ്ട കാര്യമല്ല എന്ന് പറയുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ ഒന്ന് നിരാശപ്പെടുന്നുണ്ട്. എന്നാൽ അതേ അമ്മ തന്നെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് താല്പര്യമുള്ള ആളുകളെ, നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പഠിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് അമ്മ പറയുന്നതും ഇതൊക്കെ ഇവൻ ചോയിനയോട് പറയുന്നുണ്ട്. എന്നിട്ട് നീ എന്താ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ അടി കൊടുക്കാനും അടി കിട്ടാനൊക്കെ നല്ല പേടിയാണല്ലോ, പക്ഷേ ആദ്യത്തെ കാര്യം എന്ന് പറയണത് എത്ര അടിച്ചാലും അത് കണ്ണ് തുറന്ന് തന്നെ അങ്ങ് കൊള്ളണം, ഒരു പേടിയും പേടിക്കരുതെന്ന് പറയുന്നതും ഈ തൊപ്പിക്കാരൻ നന്നായി ഇടിക്കുന്ന ടൈമിൽ ഇവനെ ഇടിയൊക്കെ അങ്ങ് കൊള്ളുന്നുണ്ട്. അവസാനം തൊപ്പിക്കാരൻ്റെ കാലങ്ങ് കഴക്കിയാണ്. എടാ നിനക്ക് വേദനയൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നതും ഈ ഗ്യാപ്പിൽ ഇവൻ ചവിട്ടാൻ നോക്കുമ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് ഇവൻ്റെ കാലിൽ വെച്ച് കൊടുക്കുമ്പോൾ കാലിൻ്റെ പണി അങ്ങ് തീരുന്നുണ്ട്. പിന്നെ എന്താ ടെക്നിക്ക് എന്ന് ചോദിക്കുന്ന ചോയിനയോട് ഈ വൈറ്റൽ സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ നോക്കി നന്നായിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞ് ഈ എതിരാളി അങ്ങ് വീഴുമെന്ന് പറയുന്നതും ഈ തൊപ്പിക്കാരൻ്റെ വൈറ്റൽ സ്പോട്ട് നോക്കുന്ന സെയോനാണെങ്കിൽ കറക്റ്റ് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇടിക്കുമ്പോൾ ഇവൻ അവിടെ വീണു പോകുന്നുണ്ട് കേട്ടോ. അവസാനം ഈ കൊഞ്ഞിക്കിട്ടിട്ടാണ് ഒരു അടി കൊടുക്കുന്നത്. ഇതുകൂടിയാകുമ്പോൾ തൊപ്പിക്കാരൻ ഫ്ലാറ്റ്. ഈ ലൂസറിന് ഇതൊക്കെ അറിയാമായിരുന്നു എന്ന് തൊപ്പിക്കാരൻ പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഫൈറ്റ് ചെയ്യാനാണോ ബുദ്ധിമുട്ടെന്നാണ് ഇവൻ അവിടെ തിരിച്ചു ചോദിക്കുന്നത്. കാരണം ഈ തലതെറിച്ച പയ്യന്മാരൊക്കെ തന്നെ അത്യാവശ്യം നന്നായി പഠിക്കുമല്ലോ. ഇതേ ടൈമിലും യുഗാമിൻ്റെയും പിഹാന്റെയും ഫൈറ്റ് തീർന്നിട്ടുണ്ടായിരിക്കില്ല, ഒന്നൊന്നര ഫൈറ്റ് ആയിരിക്കും. യുഗാമിനെ ഇടിച്ചു വീഴ്ത്തുന്ന പിഹാനാണെങ്കിൽ മതിലൊക്കെ പൊളിയുന്നുണ്ട്. അല്ല നീ എന്നെയായിട്ട് ഈ ഫൈറ്റ് ചെയ്യുന്നത് ടീച്ചർ ആ സമയം കൊണ്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, ടീച്ചർ ഇവിടെ നിന്ന് ഓടിയാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുന്നതും അതായത് ഇവൻ മറ്റൊരു ട്രാപ്പ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ. സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ലീഹയാണെങ്കിൽ ഇവളുടെ നേരെ കുറേ ഗുണ്ടകൾ, അതായത് ഇവൻ്റെ പയ്യന്മാരങ്ങ് വന്ന് നിൽക്കുകയാണ്. ഇവള് ശരിക്കും പെട്ടുപോകുന്നുണ്ട്. എടാ ഇപ്പം നീ എന്നെ എന്തെങ്കിലും ചെയ്തു തന്നെ വിചാരിക്കുക, അങ്ങനെയാണെങ്കിലും ഈ സ്കൂളിന് ഒരു മാറ്റവും വരാൻ പോകില്ല, ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നതും ദേഷ്യം വരുന്ന യുഗാമിനാണെങ്കിൽ അങ്കിൾ പറഞ്ഞു തന്ന ഒരു ടെക്നിക്ക് അവിടെ പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ പിഹാന് അത് വലിയ കാര്യത്തിൽ എഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പിഹാനാണെങ്കിൽ ഇവൻ അടിച്ചു വീഴ്ത്തുന്നതും പിന്നീട് ദേഷ്യം വരുന്ന യുഗാമിനാണെങ്കിൽ അങ്കിള് പഠിപ്പിച്ചു തന്ന എല്ലാ ടെക്നിക്കും ഒരുമിച്ച് അറഞ്ചും പുറഞ്ചും അങ്ങ് പ്രയോഗിക്കുന്ന ടൈമിൽ പിഹാൻ അങ്ങ് വീഴുന്നുണ്ട്. വീണ് കിടക്കുന്ന പിഹാനോട് എല്ലാം മാറൂട, ഞങ്ങൾ നിനക്കത് കാണിച്ചു തരാമെന്ന് പറയുന്നതും പിഹാന്റെ ബോധം പോകുന്നുണ്ട്. യുഗാമിനാണെങ്കിലും അവിടെ എണീക്കുന്ന ടൈമിൽ ഇവനാകെ ബ്ലറായിരിക്കും വിഷനൊക്കെ, ഇവനും അവിടെ വീഴുകയാണ്. ഇതേ ടൈമിൽ ലീഹയാണെങ്കിൽ ഈ പിള്ളേരെയൊക്കെ കണ്ട് ആകെ ടെൻഷൻ അടിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ടീച്ചറെ എന്ന് വിളിച്ചിട്ട് ചോയിനെ വരുന്നതും. ചോയിനെ ഒറ്റയ്ക്കായിരിക്കില്ല, ഒറ്റയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യാനാണല്ലേ, ഇവളുടെ കൂടെ ഡിസിപ്ലിൻ കമ്മിറ്റിയിലുള്ള ആളുകളും സുൻചോളുടെ ഫ്രണ്ട്സും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കും. അതായത് ഡിസിപ്ലിൻ കമ്മിറ്റിയിൽ പോയിട്ട് ആ മുടിയനോട് ഇവൾ സംസാരിക്കുന്ന ടൈമിൽ ഞാൻ എന്തിനെ രക്ഷപ്പെടുത്തണമെന്ന് ചോദിക്കുമ്പോൾ ഇവളെ ഈ മുടിയൻ്റെ വയറിൻ്റെ അവിടെ ഒന്ന് പിച്ചുന്നതും വേദനിക്കുന്ന ടൈമിൽ വേദനിച്ചൂലേ, ഇതുപോലെ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്ന് ബാഡ് ബോയുടെ കയ്യിൽ നിന്ന് ടീച്ചർക്ക് കുത്തേറ്റത്, ആ നന്ദിയെങ്കിലും കാണിക്കണമെന്ന് പറയുമ്പോൾ ഇത് വല്ലാത്ത അവസ്ഥയായല്ലോ എന്ന് പറയുന്ന മുടിയൻ ഇവൻ്റെ ഫ്രണ്ട്സിനെയും അതുപോലെ എല്ലാ പിള്ളേരെയും സെറ്റാക്കിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇത് കാണുമ്പോൾ ലീഹയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് ടീമും അവിടെ കൂട്ടിമുട്ടുകയാണ്. ചോയിന ആളത്ര മണ്ടിയൊന്നും അല്ല. ഈ ഒരു ടിസ്റ്റ് എന്തായാലും പൊളിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഈ ഒരു മീറ്റിംഗ് നടക്കുന്നതും പിഹാനെ പിരിച്ചുവിടാനാണ് അവിടെ തീരുമാനിക്കുന്നത്. ഇവനാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തിൽ എണീറ്റ് പോകാൻ നോക്കുമ്പോൾ ലീഹയാണെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല, ഇവിടെയുള്ളത് നിന്റെ ടീച്ചേഴ്സാണ്, നിന്റെ സ്റ്റുഡൻസാണ്, മാറാമെന്ന് വിചാരിച്ചാൽ നിനക്ക് മാറാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അവിടെ പണ്ടത്തെ ടീച്ചറേനാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. ആ ടീച്ചറും ഇവളെ പോലെയൊക്കെ തന്നെയായിരുന്നു, ഒരു നന്മമാരൊക്കെ ആയിരുന്നു. പിഹാനാണെങ്കിൽ അവിടെ നിന്നും പോകുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ഡിറ്റക്റ്റീവ് ആണെങ്കിലും അറസ്റ്റ് ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. എന്തിനെന്ന് ചോദിക്കുന്ന ഇവൻ്റെ ലോയറോട്, അതായത് ലീഹ ഒരു വോയിസ് റെക്കോർഡ് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ കേൾപ്പിച്ചു കൊടുക്കുന്നതും ഈ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവനാണെങ്കിലും യുഗാമിനെയും ഗ്യാങ്ങിനെയും കാണുന്ന ടൈമിൽ ഇവരുടെ മേത്ത് മൊത്തം കുത്തലും കോറലൊക്കെ ഉണ്ടായിരിക്കും. യുഗാമിനാണെങ്കിൽ സ്ട്രക്ചറും പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ടായിരിക്കുക. നീ സ്കൂള് ചേഞ്ച് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്, പറ്റുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും വൈസ് പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആളത്ര നിസ്സാരക്കാരനൊന്നും അല്ലല്ലോ. ഇയാളാണെങ്കിൽ ഒന്ന് നിൽക്ക്, ഞാൻ ഒന്നും സ്മോക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് സിഗരറ്റ് വലിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ലീഹയാണെങ്കിൽ ഇത് സ്കൂളാണ്, എക്സ് വൈസ് പ്രിൻസിപ്പളെ, അതുകൊണ്ട് ഇവിടെ പുകവലിക്കാൻ പാടില്ല എന്ന് ഇവൾ പറയുന്നതും അവിടെയുള്ള കുട്ടികൾ ഇത് കണ്ടിട്ട് അങ്ങ് ഉറക്കെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മാലിന്യങ്ങളും അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് യുഗാമിനാണെങ്കിൽ സ്റ്റഡി റൂമൊക്കെ റെഡിയാക്കുന്നതും പിഹാൻ്റെ അച്ഛനാണെങ്കിൽ ആ ഒരു ന്യൂസ് ഉണ്ടല്ലോ യുഗാമിൻ്റെയും ഫ്രണ്ട്സിൻ്റെ എതിരെ വന്നത്, അത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണെന്നൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് അവർ രക്ഷപ്പെടുന്നുണ്ട്. ഇയാളുടെ അസിസ്റ്റൻ്റ് ആണെങ്കിലും പിഹാനെതിരെ വാദിക്കാനുള്ള വക്കീൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും താൻ എന്താന്ന് വെച്ചത് നോക്കി ചെയ്യുന്നൊക്കെയാണ് അവിടെ പറയുന്നത്. പിന്നീട് സ്കൂളിലേക്ക് വരുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് മൊബൈലൊക്കെ വാങ്ങിയിട്ട് ആ റാങ്കിങ്ങിൻ്റെ ആപ്പൊക്കെ ഈ ഡിസിപ്ലിൻ കമ്മിറ്റിയിലുള്ള ആളുകൾ ഡിലീറ്റ് ചെയ്യുന്നതും ലീഹയാണെങ്കിലും ഇവളുടെ ടീച്ചറുടെ ശവക്കല്ലറയുടെ അവിടെ പോയിട്ട് പൂക്കളൊക്കെ വെക്കുന്ന ടൈമിൽ മാറി നിൽക്കുന്ന
പാർക്കിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അതായത് വൈബി ഫാമിലിയിൽ നിന്നാണ് നിങ്ങളെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഇൻറ്റേൺ ആയിട്ട് സെലക്ട് ചെയ്തു എന്ന് പറയുന്നതും ഇത് കാണുന്ന ഇവനാണെങ്കിൽ ബൈക്ക് എടുത്ത് അവിടെ നിന്നും പോകുന്നത് കാണിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അവിടെ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. പിന്നീട് സ്റ്റഡി റൂമിൽ ഇരിക്കുന്ന ടൈമിൽ ലീജൻ ആണെങ്കിലും ഇവനൊരു ഫയർഫോഴ്സിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹം എന്ന് പറയുമ്പോൾ നിനക്ക് എന്താ ആഗ്രഹം എന്ന് ചോയിനോട് ചോദിക്കുന്ന ടൈമിൽ ഡെവലപ്പർ ആകാനാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ലീജൻ ആണെങ്കിൽ ജിവുവിനോട് നിനക്ക് എന്താ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ ചോയിനിയാണെങ്കിൽ അവൾക്ക് ടീച്ചർ ആകാനല്ലേ താല്പര്യം എന്ന് പറയുമ്പോൾ എന്തിനാ പിള്ളേരെ തല്ലാനാണോ എന്ന് ലീജൻ ചോദിക്കുന്ന ടൈമിൽ ജിവു ഇവനോട് ചൂടാകുന്നുണ്ട്. ഇവരാണെങ്കിൽ സയോനോട് നിനക്ക് എന്താ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഇവരാണെങ്കിൽ പിന്നീട് യുഗാമിനോട് ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ എനിക്ക് കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നതും എടാ അതാണോ ഡ്രീം, അതൊരു ഡ്രീം അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആര് പറഞ്ഞു നമ്മളെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ബുദ്ധിമുട്ടിയിട്ട് ഉറക്കം കളഞ്ഞ് അവസാനം വരെ പരിശ്രമിക്കുന്നത് അത് തന്നെയല്ലേ ശരിക്കുള്ള നമ്മുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ ഇവനാൾ കൊള്ളാലോ, ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്നൊക്കെ പറയുന്നതും അങ്ങോട്ട് വരുന്ന ലീഹയാണെങ്കിൽ ആഹാ എല്ലാവരും സന്തോഷത്തിലാണല്ലോ, അതെ നമ്മുടെ എക്സാമിൻ്റെ ടൈം വന്നിട്ടുണ്ടെന്ന് പറയുന്നതും ഇവരെല്ലാവരും അങ്ങ് മൂഡ് ഓഫ് ആകുന്നുണ്ട്. ജിവു ആണെങ്കിലും ഇപ്രാവശ്യം ലീജനെ നിന്നെ ഞാൻ വെട്ടിക്കുമെന്ന് പറയുമ്പോൾ അത് സ്വപ്നത്തിൽ മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ അവിടെ തല്ലുകൂടുന്നതും ഇവരെല്ലാവരും അങ്ങനെ ചിരിച്ചിരിക്കുന്ന ടൈമിൽ യുഗാമിനാണെങ്കിലും അങ്ങനെ ഞങ്ങളുടെ കോളേജ് എൻട്രൻസിലേക്കുള്ള ഒരു യാത്ര ഇവിടെ ആരംഭിക്കുകയാണെന്ന് പറയുന്നതും ഇവിടെ വെച്ച് എപ്പിസോഡ് 10 അതായത് സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ഫൈനൽ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ സീരീസ് അങ്ങനെ ഇവിടെ കഴിയുകയാണ്. ഇനി മുതൽ ചേച്ചി അടുത്ത എപ്പിസോഡ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള കമൻസ് വേണ്ട കേട്ടോ, കാരണം എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് വളരെ ലൈറ്റായിട്ട് വന്നൊരു സീരീസ് നല്ലൊരു ഇമ്പാക്റ്റ് തന്നിട്ട് നല്ലൊരു ഹൈപ്പാണ് തന്നിട്ടുള്ളത്. ഈ ഷോർട്സിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ കാണാം നന്നായിട്ട് തന്നെ ഈ ഒരു സീരീസ് വൈറലായിട്ടുണ്ട്. എന്നാലും 10 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ അല്ലേ, കുറച്ചുകൂടി ആവായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എല്ലാ ആ എപ്പിസോഡ് നല്ല വൃത്തിക്ക് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും ലാഗ് അടുപ്പിക്കാതെ അടുത്ത എപ്പിസോഡ് എന്തായിരിക്കുന്നു ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം എടുത്തു വെച്ചിരിക്കുന്നത്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റ് ചെയ്തിരിപ്പ് അത് നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം, കാരണം അത്രയ്ക്കും കമൻസ് വരാറുണ്ട്. അങ്ങനെ സീരീസ് ഇവിടെ അവസാനിക്കുമ്പോൾ സീരീസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം അതുപോലെ എക്സ്പ്ലനേഷനെ പറ്റിയിട്ടുള്ള വല്ല അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. അതുപോലെ മറ്റ് സീരീസ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്, അതും ഇതുപോലെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലത്തെ ഡ്രാമാസ് വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ എന്തായാലും ചെയ്തിരിക്കും കേട്ടോ. സോ താങ്ക് യു.